ഇസ്രായേൽ പണി തുടങ്ങി. മാസങ്ങൾ നീണ്ട വെടിനിർത്തൽ ധാരണകൾക്ക് വിള്ളലേൽപ്പിച്ചുകൊണ്ട് ലബനനിൽ ഇസ്രായേലിന്റെ വൻ വ്യോമാക്രമണം. ഇറാന്റെ പ്രോക്സിയായ ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും താവളങ്ങൾ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണത്തിൽ ഒരു മുതിർന്ന കമാൻഡർ ഉൾപ്പെടെ 12 പേരാണ് കൊല്ലപ്പെട്ടത്. മേഖലയിൽ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം തുടങ്ങുകയാണോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. കിഴക്കൻ ലബനനിലെ ബെക്ക താഴ്വരയിലുള്ള ഹിസ്ബുള്ളയുടെ മിസൈൽ വിഭാഗത്തിന്റെ 3 പ്രധാന കമാൻഡ് സെന്ററുകളാണ് ഇസ്രായേൽ തകർത്തത്. 10 പേർ ഇവിടെ കൊല്ലപ്പെട്ടു. ഇതിന് പിന്നാലെ തെക്കൻ ലബനനിലെ ഐൻ അൽ ഹിൽവേ അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ 2 ഹമാസ് അംഗങ്ങളും കൊല്ലപ്പെട്ടതോടെ മരണസംഖ്യ 12ആയി ഉയർന്നു. കൊല്ലപ്പെട്ടവരിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവ് ഹുസൈൻ മുഹമ്മദ് യാഗിയും ഉൾപ്പെടുന്നു എന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നു, കൃത്യത വ്യക്തമാക്കുന്നു. 50ഓളം പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. 2024 നവംബറിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷമുള്ള ഏറ്റവും മാരകമായ ആക്രമണമാണിത്. എന്നാൽ വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ള ലംഘിച്ചുവെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വാദം. അവർ ആയുധങ്ങൾ സമാഹരിക്കാൻ തുടങ്ങിയത്രേ. ഇസ്രായേലിന് നേരെ വലിയ തോതിലുള്ള റോക്കറ്റ് ആക്രമണങ്ങൾക്ക് ഹിസ്ബുള്ള പദ്ധതിയിട്ടിരുന്നതായിട്ടും ഇത് തടയാനാണ് തങ്ങൾ പ്രത്യാക്രമണം നടത്തിയതും എന്നൊക്കെയാണ് IDF വ്യക്തമാക്കുന്നത്. സിവിലിയൻ മേഖലകളിൽ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ച് ഹമാസും ഹിസ്ബുള്ളയും മനുഷ്യ കവചം തീർക്കുകയാണെന്നും ഇസ്രായേൽ ആരോപിക്കുന്നു. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെ സൈനിക ശേഷി വീണ്ടെടുക്കാൻ ഒരു കാലത്തും അനുവദിക്കില്ല എന്ന കർശന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഈ ആക്രമണം വെറുമൊരു തിരിച്ചടിയല്ല, മറിച്ച് ഇറാന്റെ നിഴൽ ഗ്രൂപ്പുകളെ മേഖലയിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള കൃത്യമായ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ ഈ പുതിയ നീക്കം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. വെടിനിർത്തൽ കരാർ പൂർണ്ണമായും തകരുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.